വെൽക്കം ടു BAMS എക്സാം ADC. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് ഇയർ കൗമാരഭൃത്യം സിലബസിലെ ബിഹേവിയറൽ ഡിസോർഡർ എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിനെ കുറിച്ചാണ്. വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ഏപ്രിൽ 2 ഇനി എന്താണ് ASD എന്ന് നോക്കാം. ASD encompasses disorders previously referred to as early infantile autism, childhood autism, Kanner autism, high functioning autism, atypical autism, Asperger disorder, childhood disintegrative disorder and pervasive developmental disorder. ഈ പറയുന്ന കണ്ടീഷൻസിനെയൊക്കെ ഒരുമിച്ച് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സ്പെക്ട്രം ഓഫ് ഡിസോർഡറിനെയാണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത്. ദ വേർഡ് ഓട്ടിസം ഈസ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് ഓട്ടോസ് ദാറ്റ് മീൻസ് സെൽഫ്. അതായത് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചിൽഡ്രൻ അവരുണ്ടാക്കുന്ന ഒരു വേൾഡിലേക്ക് സ്വയം ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളൊരു മീനിങ് കൊണ്ടാണ് ആ ഒരു ടേം വരാൻ കാരണം. ഇനി നമുക്ക് ഹോൾമാർക്ക് ഫീച്ചേഴ്സ് ഓഫ് ഓട്ടിസം നോക്കാം. ഫസ്റ്റ് വൺ, സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലുണ്ടാകുന്ന ഡെഫിസിറ്റ്, അതായത് മറ്റുള്ളവരുമായിട്ട് ആശയവിനിമയത്തിൽ വരുന്ന തകരാറുകൾ. അതുപോലെ തന്നെ സോഷ്യൽ ഇൻ്ററാക്ഷൻ ഡെഫിസിറ്റ്, മറ്റുള്ളവരുമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിൽ വരുന്ന കുറവുകൾ. അതുപോലെ റെസ്ട്രിക്റ്റഡ് റിപ്പീറ്റേറ്റീവ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ആൻഡ് ഇൻട്രസ്റ്റസ്, ചില കാര്യങ്ങൾ അതായത് ചില പ്രവർത്തികൾ അവർ ചെയ്യുന്ന അവരുടെ ചില താല്പര്യങ്ങൾ അതൊക്കെ ഒരു റിപ്പീറ്റേറ്റീവ് പാറ്റേൺ കാണിക്കുന്നു, ആവർത്തന സ്വഭാവം കാണിക്കുന്നു. ഈ 3 ഫീച്ചേഴ്സും ഓട്ടിസത്തിൻ്റെ ഹോൾമാർക്ക് ഫീച്ചേഴ്സായിട്ട് നമുക്ക് പറയാം. ഇനി അടുത്തത് എപ്പിഡമോളജി. ASD is typically evident during second year of life. In milder cases, the disorder is identified at later age. Approximately 1/3 of children exhibit intellectual disability. Children who exhibited severe language deficits received an autism spectrum disorder diagnosis an year earlier. Children with ASD who exhibited repetitive behaviors such as hand flapping, toe walking and odd play were also identified with ASD at younger age than those who did not exhibit such behavior. ടിപ്പിക്കലി ഒരു 2 വയസ്സോടെ കൂടിയാണ് നമ്മൾ ASD റെക്കഗ്നൈസ് ചെയ്യുന്നത് സാധാരണഗതിയിൽ. ഇനി സിവിയർ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റൽ ഡിലേ കാണിക്കുന്ന കുട്ടികളിൽ അതിനു മുൻപും ASD റെക്കഗ്നൈസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മെയിൽ ഫീമെയിൽ റേഷ്യോ നോക്കുമ്പോൾ മെയിൽ ചൈൽഡിലാണ് സാധ്യത കൂടുതൽ. 4:1 ആണ് റേഷ്യോ പറയുന്നത്. ഇനി അടുത്തത് എന്തൊക്കെയാണ് അതിൻ്റെ എറ്റിയോളജി അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് നോക്കാം. ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ജനറ്റിക് ആൻഡ് ഫെമിലിയൽ ഫാക്ടേഴ്സാണ്. ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് ഓഫ് എഫക്റ്റഡ് ഇൻഡിവിജ്വൽസ് ആർ 20 to 80 ഫോൾഡ് മോർ ലൈക്ലി ടു ബി എഫക്റ്റഡ്. അതുപോലെ തന്നെ സിബ്ലിങ്സിലെ ട്വിൻസിൻ്റെ ഇടയിലൊക്കെ ഹൈ റെക്കറൻസ് റിസ്ക് കാണിക്കുന്നുണ്ട്. അടുത്ത റിസ്ക് ആയിട്ട് പറയുന്നത് ക്ലോസർ സ്പേസിംഗ് ഓഫ് പ്രഗ്നൻസിയാണ്. അഡ്വാൻസ്ഡ് മെറ്റേണൽ ഓർ പെറ്റേണൽ ഏജ്, എക്സ്ട്രീംലി പ്രിമച്വർ ബർത്ത് ദാറ്റ് ഈസ് ലെസ് ദാൻ 26 വീക്ക് ഓഫ് ജസ്റ്റേഷണൽ ഏജ്, ഫാമിലി മെമ്പേഴ്സ് വിത്ത് ലേണിംഗ് പ്രോബ്ലം, സൈക്കാട്രിക് ഡിസോർഡേഴ്സ്, സോഷ്യൽ ഡിസബിലിറ്റി എക്സെട്ര. പിന്നെ പറയുന്നൊരു കാര്യം ജനറ്റിക് മ്യൂട്ടേഷനാണ്, അതായത് മൾട്ടിപ്പിൾ ജീൻസിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ASDയിൽ കാണുന്നുണ്ടെന്ന് സ്റ്റഡീസ് പറയുന്നു. ഇനി അടുത്തത് ന്യൂറോബയോളജിക്കൽ ഫാക്ടേഴ്സ് നോക്കാം. ഈ ASD ചിൽഡ്രനിൽ കൂടുതലായിട്ട് EEG അബ്നോർമാലിറ്റീസ് അതുപോലെ തന്നെ സീഷർ ഡിസോർഡേഴ്സൊക്കെ കൂടുതലായി കണ്ടുവരുന്നുണ്ട്. പോസ്റ്റ്മോർട്ടം സ്റ്റഡീസ് റിവീൽസ് വാരിയസ് അബ്നോർമാലിറ്റീസ് പെർട്ടിക്കുലർലി വിത്തിൻ ലിംബിക് സിസ്റ്റം. ബ്രെയിനിൽ വരുന്ന ലിംബിക് സിസ്റ്റത്തിലെ പോസ്റ്റ്മോർട്ടം സ്റ്റഡീസിലെ അബ്നോർമാലിറ്റീസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രക്ചറൽ MRI എടുക്കുമ്പോഴും ബ്രെയിൻ സൈസ് ഇൻക്രീസ്ഡ് ആയിട്ട് കാണുന്നു. ഫങ്ഷണൽ MRI ഐഡൻറ്റിഫൈസ് ഡിഫിക്കൽട്ടീസ് ഇൻ ടാസ്കിംഗ് involving social and affective judgment and differences in the processing of phase and non-phase stimuli. റോൾ ഓഫ് ഡോപ്പാമിൻ. ഡോപ്പാമിൻ്റെ റോള് പറയാൻ കാരണം ചില ചിൽഡ്രനിൽ ASD ഉള്ള ചില ചിൽഡ്രനിൽ ഓവർ ആക്ടിവിറ്റി അതുപോലെ തന്നെ സ്റ്റീരിയോ ടൈപ്ഡ് മാനറിസംസ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടും അതുപോലെ തന്നെ ആൻറ്റി സൈക്കോട്ടിക് മെഡിക്കേഷൻസിനോട് അവരൊരു പോസിറ്റീവ് റെസ്പോൺസ് കാണിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഡോപ്പാമിൻ്റെ റോള് റിവീൽ ചെയ്യുന്ന ഫീച്ചേഴ്സാണ്. ഇനി അടുത്തത് എൻവയോൺമെൻറ്റൽ എക്സ്പോഷേഴ്സ് ആണ്. ഇൻ ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി താലിഡോമൈഡ്, മിസോപ്രോസ്റ്റോൾ, റുബെല്ല ഇൻഫെക്ഷൻ, വാൽപ്രോയിക് ആസിഡ് ഇതിനോടൊക്കെയുള്ള എക്സ്പോഷർ ഓട്ടിസം ASDയുടെ റിസ്ക് കൂട്ടുന്നു എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അതുപോലെ തന്നെ പ്രീനേറ്റൽ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റേഷൻ മേ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ASD എന്നും പറയുന്നു. ഇനി അടുത്തത് ന്യൂറോപാത്തോളജിക്കൽ ഫാക്ടേഴ്സിലേക്ക് കടക്കുമ്പോൾ ASDയിലെ
ഫസ്റ്റ് അറ്റ് ബർത്ത് അതുപോലെ തന്നെ അണ്ടിൽ 2 months ഓഫ് ഏജിൽ ഹെഡ് സർക്കംഫറൻസ് നോർമലോ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി സ്മോളർ ദാൻ നോർമലോ ആയിരിക്കും. ആഫ്റ്റർവേർഡ്സ് ചിൽഡ്രൻ വിത്ത് ASD ഷോ ആൻ അബ്നോർമലി റാപ്പിഡ് ഇൻക്രീസ് ഇൻ HSE ഫ്രം 6 to 14 months ഓഫ് ഏജ്. ഇൻക്രീസ്ഡ് ബ്രെയിൻ വോളിയം ഇൻ 2 to 4 year olds. Increased volume of cerebellum, cerebrum, amygdala and marked abnormal growth in frontal, temporal, cerebellar and limbic regions of brain. Head circumference ആദ്യം അറ്റ് ബർത്ത് കുറവാണെങ്കിലും പിന്നെ അബ്നോർമലി റാപ്പിഡ് ഇൻക്രീസ് ഇൻ HSE ആണ് കാണിക്കുന്നത്. എന്നാൽ ഏർലി ആക്സിലറേറ്റഡ് ബ്രെയിൻ ഗ്രോത്ത് ആദ്യം ഉണ്ടാകുമെങ്കിൽ കൂടി പിന്നീട് അബ്നോർമലി സ്ലോ ഓർ അറസ്റ്റഡ് ഗ്രോത്ത് ഓഫ് ബ്രെയിൻ ആണ് ഇങ്ങനെയുള്ള ചിൽഡ്രനിൽ കാണുന്നത്. അതായത് ചില ഏരിയാസ് നല്ലതുപോലെ ഡെവലപ്പ് ചെയ്യുന്നു ബ്രെയിനിൻ്റെ, പക്ഷേ എന്നാൽ ചില ഏരിയാസ് അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് നിൽക്കുന്നു. ഏരിയ ഓഫ് ബ്രെയിൻ റെസ്പോൺസിബിൾ ഫോർ ഹയർ ഓർഡർ കോഗ്നിറ്റീവ്, ലാംഗ്വേജ്, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഫങ്ഷൻസ് ആർ മോസ്റ്റ് എഫക്റ്റഡ്. ഈ ഏരിയാസൊക്കെ മോസ്റ്റ് എഫക്റ്റഡ് ആവുന്നു, എന്നാൽ ഒരു പെർട്ടിക്കുലർ ബ്രെയിനിൻ്റെ ഏരിയ ഡെവലപ്ഡ് ആവുന്നുമുണ്ട്. ഇനി നമുക്ക് എന്താണ് ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ഓഫ് ASD നോക്കാം. DSM 5 ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ. അതിൽ ഫസ്റ്റ് പറയുന്ന ക്രൈറ്റീരിയ പെർസിസ്റ്റൻറ്റ് ഡെഫിസിറ്റ്സ് ഇൻ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ഇൻ്ററാക്ഷൻ അക്രോസ് മൾട്ടിപ്പിൾ കോണ്ടെക്സ്റ്റസ് ആസ് മാനിഫെസ്റ്റഡ് ബൈ ദ ഫോളോയിങ്. അതായത് സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലും സോഷ്യൽ ഇൻ്ററാക്ഷനിലും ഉണ്ടാകുന്ന ഡെഫിസിറ്റ്, സമൂഹത്തിലെ മറ്റുള്ളവരുമായിട്ട് ആ കുട്ടിക്ക് ശരിയായ രീതിയിൽ ആശയവിനിമയം ആ കുട്ടി നടത്തുന്നില്ല, അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളിൽ കാണിക്കുന്ന കുറവ്. ഫസ്റ്റ് വൺ ഡെഫിസിറ്റ് ഇൻ സോഷ്യൽ ഇമോഷണൽ റെസിപ്രോസിറ്റി. ഈ സോഷ്യൽ ഇമോഷണൽ റെസിപ്രോസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുമായിട്ട് എൻഗേജ് ചെയ്യാനോ ഫീലിങ്സ് അതുപോലെ തന്നെ തോട്ട്സ് പരസ്പരം ഷെയർ ചെയ്യാനോ ഉള്ള കഴിവ് കുറവിനെയാണ് ഡെഫിസിറ്റ് ഇൻ സോഷ്യൽ ഇമോഷണൽ റെസിപ്രോസിറ്റിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഡെഫിസിറ്റ് ഇൻ നോൺ വെർബൽ കമ്മ്യൂണിക്കേറ്റീവ് ബിഹേവിയേഴ്സ് യൂസ്ഡ് ഫോർ സോഷ്യൽ ഇൻ്ററാക്ഷൻ. മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ ആ കുട്ടി നോൺ വെർബൽ ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റീവ് ബിഹേവിയേഴ്സ് ശരിയായ രീതിയിൽ കാണിക്കുന്നില്ല. അതായത് ഒരാൾ തന്നോട് സംസാരിക്കുമ്പോൾ ഐ കോണ്ടാക്റ്റ്, ആളുടെ ഐ ഗേസിനെ ഫോളോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ സംസാരിക്കുമ്പോൾ മറുപടി പറയാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ ആ കുട്ടി ചിരിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ASDയുടെ ഫീച്ചറായിട്ട് വരുന്നു. ഡെഫിസിറ്റ്സ് ഇൻ ഡെവലപ്പിംഗ്, മെയിൻറ്റെയിനിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് റിലേഷൻഷിപ്പ്. ഇതാണ് ഫസ്റ്റ് ക്രൈറ്റീരിയയുടെ താഴെ വരുന്നത്. ഇനി അടുത്തത് റെസ്ട്രിക്റ്റഡ് റിപ്പീറ്റേറ്റീവ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ, ഇൻട്രസ്റ്റ്സ് ഓർ ആക്ടിവിറ്റി ആസ് മാനിഫെസ്റ്റഡ് ബൈ അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദി ഫോളോയിങ്. അതായത് കുട്ടിയുടെ സ്വഭാവത്തിൽ അതുപോലെ തന്നെ താല്പര്യങ്ങളിൽ ആ കുട്ടി ചെയ്യുന്ന പ്രവർത്തികളിലൊക്കെ ഒരു റിപ്പീറ്റേറ്റീവ് പാറ്റേൺ കാണിക്കുന്നു. അതിൽ ഫസ്റ്റ് വൺ സ്റ്റീരിയോ ടൈപ്പ്ഡ് ഓർ റിപ്പീറ്റേറ്റീവ് മോട്ടോർ മൂവ്മെൻറ്റ്സ്. അതായത് ചില പ്രത്യേക തരം കൈകാലുകൾ കൊണ്ടുള്ള പ്രത്യേക തരത്തിലുള്ള ചലനങ്ങൾ ആ കുട്ടി കാണിക്കുന്നു. യൂസ് ഓഫ് ഒബ്ജക്ട്സ്, അതായത് റിപ്പീറ്റേറ്റീവ് യൂസ് ഓഫ് ഒബ്ജക്റ്റ്, ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് തന്നെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഒരൊറ്റ ടോയ് വെച്ച് മാത്രം ആ കുട്ടി ഒരുപാട് നേരം കളിക്കുന്നു, അല്ലെങ്കിൽ ഒരൊറ്റ കാര്യത്തിൽ മാത്രം കുറേ നേരം കൂടുതലായിട്ട് അതിന് മാത്രമായിട്ട് സമയം കണ്ടെത്തുന്നു. Insistence on sameness, inflexible adherence to routines or ritualized patterns of verbal or non-verbal behavior. അതായത് ഡെയിലി റൂട്ടീൻ ചേഞ്ച് ചെയ്യുമ്പോൾ ആ കുട്ടി വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവുന്നു. എന്നുമുള്ള ഒരു റൂട്ടീനിൽ മാത്രം ഫോളോ ചെയ്യാൻ വേണ്ടി ആ കുട്ടി താല്പര്യം കാണിക്കുന്നു. ഒരു ചേഞ്ച് വരുമ്പോൾ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആവുന്നു. അതുപോലെ ഹൈലി റെസ്ട്രിക്റ്റഡ് ഫിക്സേറ്റഡ് ഇൻട്രസ്റ്റസ് ദാറ്റ് ആർ അബ്നോർമലി ഇൻ ഇൻറ്റൻസിറ്റി ഓർ ഫോക്കസ്, ഹൈപ്പർ ഓർ ഹൈപ്പോ ആക്ടിവിറ്റി ടു സെൻസറി ആസ്പെക്ട്സ് ഓഫ് ദി എൻവയോൺമെൻറ്റ്. ഇതൊക്കെയാണ് ഈ ക്രൈറ്റീരിയയുടെ കീഴിൽ വരുന്ന ഫീച്ചേഴ്സ്. ഇനി അടുത്തത് സിംറ്റംസ് മസ്റ്റ് ബി പ്രസൻറ്റ് ഇൻ ദ ഏർലി ഡെവലപ്മെൻറ്റൽ പീരീഡ്. ഈ പറയുന്ന സിംറ്റംസ് ഏർലി ഡെവലപ്മെൻറ്റൽ പീരീഡിൽ പ്രസൻ്റ് ആയിരിക്കണം. സിംറ്റംസ് കോസ് ക്ലിനിക്കലി significant impairment in social, occupational or other important areas of current functioning. These symptoms are not better explained by intellectual disability or global developmental delay. ഇത്രയും ക്രൈറ്റീരിയകളാണ് DSM 5 വരുന്നത്. ഇനി നമുക്ക് ഓരോന്നിനെക്കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എന്താണ് പെർസിസ്റ്റൻറ്റ് ഡെഫിസിറ്റ് ഇൻ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻ്ററാക്ഷനിൽ വരുന്നത് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ ഇമോഷണൽ റെസിപ്രോസിറ്റിയിൽ വരുന്ന ഡെഫിസിറ്റ്, ലിറ്റിൽ ഓർ നോ ഷെയറിംഗ് ഓഫ് ഇമോഷൻസ് ഓർ ഇമിറ്റേറ്റീവ് ബിഹേവിയർ. കുട്ടി ഇമിറ്റേറ്റീവ് ബിഹേവിയർ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ ഷെയറിംഗ് ഓഫ് ഇമോഷൻസ്, തോട്ട്സ് ഇതൊന്നും കുട്ടി കാണിക്കുന്നില്ല അല്ലെങ്കിൽ കുറവ് കാണിക്കുന്നു. abnormal social approach, failure of back and forth conversation, impairment in non-verbal social
സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ആബ്സെൻറ്റ്, റെഡ്യൂസ് ഓർ അറ്റിപ്പിക്കൽ യൂസ് ഓഫ് ഐ കോണ്ടാക്ട്, ജസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻ, ബോഡി ഓറിയൻറ്റേഷൻ ഓർ സ്പീച്ച് ഇൻറ്റോനേഷൻ. വേറൊരാളുമായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടി ആളുടെ കണ്ണിലേക്ക് നോക്കുന്നില്ല, അല്ലെങ്കിൽ ബോഡി ഓറിയൻറ്റേഷൻ ശരിയായ രീതിയിൽ കാണിക്കുന്നില്ല, ഫേഷ്യൽ എക്സ്പ്രഷൻസ് കാണിക്കുന്നില്ല, ജസ്റ്റേഴ്സ് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് കുറവ് കാണിക്കുന്നു. ഇതെല്ലാം ASDയുടെ ഫീച്ചറാണ്. മേ ഫെയിൽ ടു സ്മൈൽ, സോഷ്യൽ സ്മൈൽ എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോൺ ആ കുട്ടി കാണിക്കുന്നില്ല. മേ ഫെയിൽ ടു ഓറിയൻറ്റ് ടു നെയിം ഓർ യൂസ് ജസ്റ്റേഴ്സ് ടു പോയിൻ്റ് ഓർ ഷോ. ഇത്രയും കാര്യങ്ങൾ ഇതിൽ വരുന്നതാണ്. അബ്നോർമൽ ഐ കോണ്ടാക്ട് വിത്ത് ഫെയിലിയർ ടു ഫോളോ സമ്മൺസ് പോയിൻറ്റിങ് ഓർ ഐ ഗേസ് ഈസ് ക്യാരക്ടറിസ്റ്റിക്. ഒരാളുടെ കണ്ണിൽ അയാളുടെ ഐ ഗേസിനെ ഫോളോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ആബ്സെൻറ്റ്, റെഡ്യൂസ്ഡ് ഓർ അറ്റിപ്പിക്കൽ സോഷ്യൽ ഇൻട്രസ്റ്റ് മാനിഫെസ്റ്റഡ് ബൈ റിജക്ഷൻ ഓഫ് അതേഴ്സ്, പാസിവിറ്റി ഓർ ഇൻഅപ്രോപ്രിയേറ്റ് അപ്രോച്ചസ് ദാറ്റ് സീംസ് അഗ്രസീവ് ആൻഡ് ഡിസ്ട്രപ്റ്റീവ്. അതായത് സോഷ്യൽ ഇൻട്രസ്റ്റ് കുട്ടി കുറവ് കാണിക്കുന്നു. മേ പ്രിഫർ സോളിറ്ററി ആക്ടിവിറ്റീസ് ആൻഡ് ഇൻ്ററാക്ഷൻ വിത്ത് മച്ച് യങ്ങർ ആൻഡ് ഓൾഡർ പീപ്പിൾ. ഇതും ASD ചിൽഡ്രൻ്റെ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഫീച്ചറാണ്. സോളിറ്ററി ആക്ടിവിറ്റി, ഒറ്റയ്ക്ക് ഇരുന്ന് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ച് ഒരുപാട് നേരം കളിച്ചുകൊണ്ടിരിക്കുന്നു. അവർ കൂട്ടം കൂടാൻ താല്പര്യപ്പെടുന്നില്ല. ആബ്സെൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ പീർസ്, കൂട്ടുകൂടുന്നതിൽ താല്പര്യക്കുറവ്, ഒറ്റയ്ക്ക് അവരുടേതായിട്ടുള്ള ഒരു ലോകത്ത് കളിക്കാനും അങ്ങനെ ജീവിക്കാനുള്ളൊരു താല്പര്യമാണ് ASD ചിൽഡ്രൻ കാണിക്കുന്നത്. ഇനി അടുത്ത ക്രൈറ്റീരിയയിൽ എന്തൊക്കെ വരുന്നു നോക്കാം. റെസ്ട്രിക്റ്റഡ് ആൻഡ് റിപ്പീറ്റേറ്റീവ് പാറ്റേൺസ് ഓഫ് ബിഹേവിയർ, ഇൻട്രസ്റ്റ്സ് ഓർ ആക്ടിവിറ്റീസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്ന പോയിൻറ്റ്സ് ആണ് സ്റ്റീരിയോടൈപ്പിക് മൂവ്മെൻറ്റ്സ്. അതായത് ഹാൻഡ് ഫ്ലാപ്പിംഗ്, ഫിംഗർ ഫ്ലിക്കിംഗ് പോലെയുള്ള പെർട്ടിക്കുലർ ആയിട്ടുള്ള മൂവ്മെൻറ്റ്സ്, മോട്ടോർ മൂവ്മെൻറ്റ്സ് കുട്ടി കാണിച്ചുകൊണ്ടിരിക്കുന്നു. റിപ്പീറ്റേറ്റീവ് യൂസ് ഓഫ് ഒബ്ജക്ട്സ്, സ്പിന്നിങ് കോയിൻ, ലൈനിങ് അപ്പ് ടോയ്സ് പോലെയുള്ള ഫീച്ചേഴ്സ് കാണിക്കുന്നു. റിപ്പീറ്റേറ്റീവ് ആൻഡ് അബ്നോർമൽ സ്പീച്ച്, അതായത് എക്കോലാലിയ, നോൺസെൻസ് റൈമിങ്, ഇഡിയോസിൻക്രാറ്റിക് ഫ്രേസസ്. എക്കോലാലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വേർഡ് ആ കുട്ടിക്ക് കുട്ടിയോടായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി അത് തന്നെ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നോൺസെൻസ് റൈമിങ്, ഇതൊക്കെ ആ കുട്ടി പ്രകടിപ്പിക്കുന്നു. ഇൻസിസ്റ്റൻസ് ഓൺ സെയിംനെസ് ആൻഡ് ഇൻഫ്ലെക്സിബിൾ അഡിഹറൻസ് ടു റൂട്ടീൻ, highly restricted and fixed interests of abnormal intensity or focus, hyper or hyporeactivity to sensory input, unusual interest in sensory aspect of environment. ഇതൊക്കെ നേരത്തെ പറഞ്ഞ ഫീച്ചേഴ്സ് തന്നെയാണ്. ഇനി ASDയിൽ അസോസിയേറ്റഡ് ആയിട്ട് കുറച്ച് സിംറ്റംസും കൂടി കാണിക്കുന്നുണ്ട്. അതിൽ മെയിൻ വൺ ലാംഗ്വേജ് ഇമ്പയർമെൻ്റ് ആണ്. ASD വിത്ത് ലാംഗ്വേജ് ഇമ്പയർമെൻ്റ് ഉണ്ട്, വിത്തൗട്ട് ലാംഗ്വേജ് ഇമ്പയർമെൻ്റ് ഉണ്ട്. വിത്തൗട്ട് ലാംഗ്വേജ് ഇമ്പയർമെൻ്റ് ആണെങ്കിൽ ആ കുട്ടിക്ക് ഫുൾ സെൻറ്റൻസ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നു. എന്നാൽ ചില കുട്ടികളിൽ ലാംഗ്വേജ് ഇമ്പയർമെൻറ്റ് കാണിക്കുന്നുണ്ട്. ആ കുട്ടി തീരെ സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു സിംഗിൾ വേർഡ് മാത്രം അല്ലെങ്കിൽ ഫ്രേസ് മാത്രം സംസാരിക്കുന്ന കുട്ടികളെയും കണ്ടുവരുന്നുണ്ട്. ഏർലി അബ്നോർമൽ ലാംഗ്വേജ് കൺസേൺസ് ഇൻക്ലൂഡ് ആബ്സെൻറ്റ് ബാബ്ലിംഗ് ഓർ ജസ്റ്റേഴ്സ് ബൈ 12 മന്ത്. 12 മാസത്തിൽ പോലും കുട്ടി ബാബ്ലിങ് കാണിക്കാതിരിക്കുക, അല്ലെങ്കിൽ 16 മാസത്തോട് കൂടിയിട്ട് ഒരു സിംഗിൾ വേർഡ് പോലും പറയാതിരിക്കുക. ആൻഡ് ആബ്സെൻറ്റ് ടു പർപ്പസ്ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ബൈ 24 മന്തും കുട്ടി പറയാതിരിക്കുക. ആസ് വെൽ ആസ് എനി ലോസ് ഓഫ് ലാംഗ്വേജ് ഓർ സോഷ്യൽ സ്കിൽ അറ്റ് എനി ടൈം. പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ സ്കില്ല് പെട്ടെന്ന് നഷ്ടമാവുക, ഇങ്ങനെയുള്ള ഫീച്ചറും ASD ചിൽഡ്രനിൽ കണ്ടുവരുന്നുണ്ട്. ഇനി ഇൻ്റലക്ച്വൽ ഫങ്ഷനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ can vary from intellectual impairment to superior intellectual functioning in select area. ഒന്നില്ലെങ്കിൽ ആ കുട്ടി ഇൻ്റലക്ച്വൽ ഇമ്പയർമെൻ്റ് ആവാം കാണിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയിൽ സുപ്പീരിയർ ആയിട്ടുള്ള ഫങ്ഷനിങ് കാണിക്കുന്നു. അതായത് അതിനെ സാവൻ ബിഹേവിയർ എന്നാണ് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു സ്കില്ല് അങ്ങനെയുള്ള ASD കുട്ടികളിൽ കണ്ടുവരുന്നുണ്ട്. Some children show typical development in certain skills and can even show areas of strength in specific areas such as puzzles, art or music. മ്യൂസിക്കിലോ പസിൽസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാൽക്കുലേഷനിലൊക്കെ ആ കുട്ടി ഒരു എക്സ്ട്രാ ഓർഡിനറി സ്കില്ല് കാണിക്കുന്നുണ്ട്. അങ്ങനെയുള്ളതും ASD ചിൽഡ്രനിൽ കണ്ടുവരുന്ന ഒരു ഫീച്ചറാണ്. ഇനി മോട്ടോർ ഡെഫിസിറ്റാണ് അടുത്ത അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫീച്ചറായിട്ട് പറയാൻ പറ്റുന്നത്. അതായത് മോട്ടോർ ഡെഫിസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള മൂവ്മെൻറ്റ്, അതായത് ASD കുട്ടികളിൽ വാക്കിംഗ് ഓൺ ടിപ് ടോസ് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഓഡ് ഗേറ്റ്, ക്ലംസിനെസ്, ഡിസ്പാക്സിയ ആൻഡ് അതർ അബ്നോർമൽ മോട്ടോർ സൈൻസ് ആർ ഓഫൺ പ്രസൻറ്റ്. സ്റ്റീരിയോടൈപ്പിക് മൂവ്മെൻറ്റ്സ് മേ ബി പ്രസൻറ്റ്. സെൽഫ് ഇഞ്ചുറി, സ്വയം അപകടമുണ്ടാക്കുന്നതിനുള്ള ഒരു സാധ്യത ASD ചിൽഡ്രനിൽ കൂടുതലാണ്. അത് ലൈക്ക് ബൈറ്റിംഗ് ദ റിസ്റ്റ് എക്സെട്ര.
ഇനി അടുത്തൊരു കോമോർബിഡിറ്റി ASD ചിൽഡ്രനിൽ കാണുന്നത് എപ്പിലെപ്സിയാണ്. Youth with ASD are also prone to anxiety and depression as well as abnormalities in attention and hyperactivity. Language, social or mixed patterns of regression may occur in the first 1 to 2 years. അതായത് സോഷ്യൽ ആസ്പെക്റ്റ്, അതുപോലെ സോഷ്യൽ മൈൽസ്റ്റോൺ, ലാംഗ്വേജ് മൈൽസ്റ്റോൺ, ഇതിലൊക്കെ ഒരു ഡിലേ, ഡെവലപ്മെൻറ്റൽ ഡിലേ ഇങ്ങനെയുള്ള ASD ചിൽഡ്രൻ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് നോക്കാം. കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സ്, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, സെൻസറി ഇമ്പയർമെൻറ്റ്, റിയാക്റ്റീവ് അറ്റാച്ച്മെൻറ്റ് ഡിസോർഡർ, ഒബ്സസീവ് കമ്പൽസീവ് ആൻഡ് റിലേറ്റഡ് ഡിസോർഡേഴ്സ്, ആൻസൈറ്റി ഡിസോർഡേഴ്സ് ഇൻക്ലൂഡിംഗ് സെലക്റ്റീവ് മ്യൂട്ടിസം, ഷിസോഫ്രീനിയ, സ്റ്റീരിയോടൈപ്പിക് മൂവ്മെൻറ്റ് ഡിസോർഡർ, ADHD, ഇതൊക്കെ ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആയിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുമ്പോൾ ഫസ്റ്റ് വൺ സൈക്കോ സോഷ്യൽ ഇൻ്റർവെൻഷൻ ആണ്. ഇതിൽ മെയിനായിട്ട് വരുന്നത് ബിഹേവിയറൽ തെറാപ്പിയുടെ ഇമ്പോർട്ടൻസ് ആണ്. ബിഹേവിയറൽ ഇൻ്റർവെൻഷൻ ആൻഡ് കോഗ്നിറ്റീവ് behavioral therapy for repetitive behavior, early intensive behavioral and developmental interventions, social skill approaches. ഇനി അടുത്തത് സൈക്കോഫാർമക്കോളജിക്കൽ ഇൻ്റർവെൻഷൻസ്, അതായത് മെഡിസിൻ കൊണ്ട് ചില ഫീച്ചേഴ്സ് ASDയുടെ ഇറിറ്റബിലിറ്റി, അതുപോലെ അഗ്രഷൻ, ടെമ്പർ ടാൻട്രംസ്, സെൽഫ് ഇൻജുറീസ് ബിഹേവിയർ, ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റി, ഇൻഅറ്റൻഷൻ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് മെഡിസിൻ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് പറയുന്നത് എല്ലാ ബ്രാഞ്ചസിൻ്റെയും ഒരു പരസ്പരമായിട്ടുള്ള ഒരു കോർഡിനേഷനിലൂടെ മാത്രമേ ASD ചിൽഡ്രനെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതായത് സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഫിസിയോതെറാപ്പി ആവശ്യമായിട്ട് വരാം, അതുപോലെ തന്നെ ഒക്യുപ്പേഷണൽ തെറാപ്പി, അവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ ചൈൽഡ് സൈക്കാട്രിസ്റ്റ്, ഇതുപോലെയുള്ള ആൾക്കാരുടെയൊക്കെ പരസ്പരമുള്ള ഒരു കോർഡിനേഷൻ കൊണ്ട് മാത്രമാണ് ASD കുട്ടികളിൽ നമുക്ക് കെയർ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കോംപ്ലിമെൻ്ററി ആൻഡ് അൾട്ടർനേറ്റീവ് മെഡിസിൻ അപ്രോച്ചസ് പറയുന്നുണ്ട്, മ്യൂസിക് തെറാപ്പി, യോഗ എക്സെട്ര. അടുത്തത് GFCF ഡയറ്റ് ASDയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. GFCF ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലൂട്ടൻ ഫ്രീ, കസീൻ ഫ്രീ ഡയറ്റാണ്. അതായത് ഗ്ലൂട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പ് ഉൽപ്പന്നങ്ങളിൽ ഗ്ലൂട്ടിൻ കണ്ടൻറ്റ് കൂടുതലാണ്. അതുപോലെ തന്നെ കസീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിൽക്ക് പ്രൊഡക്ട്സിൽ ഉണ്ടാകുന്ന കണ്ടൻറ്റാണ്. ഇത് രണ്ടും ASDൻ്റെ ചാൻസ് വർദ്ധിപ്പിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ഡിസോർഡറിനെ കൂട്ടുന്ന ഡയറ്റാണ്. അതുകൊണ്ട് ഗ്ലൂട്ടൻ ഫ്രീ, കസീൻ ഫ്രീ ഡയറ്റ് വേണം ASD ചിൽഡ്രൻ ഫോളോ ചെയ്യാൻ എന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ASDനെ കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു.